بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. കുറേ നാളായി പാഠം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽക്ക് തുടർച്ചയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ പാഠത്തിൻ്റെ കുറച്ച് ഭാഗത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഫഇൻ ഖീല, ഇനി ചോദിക്കപ്പെട്ടാൽ, ഫഹൽ സിവൽ ഉജ്ബി വരിയാഇ മിൻ ഖാദിഖിൻ ഫിൽ അമൽ, റിയാഉം ഉജ്ബും ഒഴികെയുള്ള എന്തെങ്കിലും അമലിൽ പുഴുക്കുത്തുണ്ടാക്കുന്നതായിട്ടുണ്ടോ? റിയാഉം ഉജ്ബും അല്ലാത്തതല്ലോ ഉണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ, ഖീല ലഹു, അയാളോട് പറയപ്പെടും, അജൽ, അതെ. ഇന്ന ഫിഹി, നിശ്ചയം അമലിലുണ്ട്, അൽ ഖവാരിഹ, ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന വസ്തുക്കളുണ്ട്, സിവാഹുമായി, ഇത് രണ്ടും അല്ലാത്ത വസ്തുക്കളുമുണ്ട്, നശിപ്പിക്കുന്നവകൾ. ലാക്കിന്ന, പക്ഷേ നാം, ഹസസിനാഹുമായി, ഇത് രണ്ടിനെയും പ്രത്യേകമാക്കി പറഞ്ഞത്, ദിക്രി, ദിക്ർ കൊണ്ട് പ്രത്യേകമാക്കുന്ന പ്രത്യേകമായി പറഞ്ഞത്, ലി അന്നഹുമാ, കാരണം ഇവ രണ്ടും, ഈ റിയാഉം ഉജ്ബും, ഇത് രണ്ടും, അൽ അസ്ലുല്ലതി, ഒരടിസ്ഥാനമാണ്, യദൂറു അലൈഹിമ, അവകളുടെ മേലാണ് കറങ്ങുന്നത്, ചുറ്റിത്തിരിയുന്നത്, മുഅളമുൽ അബ്വാബി, മറ്റ് ബാബുകളെല്ലാം, ഇതുമായി ബന്ധപ്പെടുന്ന മറ്റ് കാര്യങ്ങളെന്നർത്ഥം. അവകളെല്ലാം ഇതിലാണ് ചുറ്റിത്തിരിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എടുത്തു പറഞ്ഞത്. വഖദ്കാല ബഅദുൽ മശായിഖി, ചില മഹാന്മാര് പറഞ്ഞിരിക്കുന്നു, ഇന്ന ഹക്കൽ ആബിദി, ഒരു അടിമയുടെ ബാധ്യത, അൻ യതഹഫള ഫിൽ അമലി, അമലിൽ അവൻ സൂക്ഷിക്കലാണ്, മിൻ അശ്റത്തി അഷ്യാ, 10 കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കലാണ്. 10 കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കൽ ഒരു ഇബാദത്ത് ചെയ്യുന്ന അടിമയുടെ ബാധ്യതയാണ്. അവകൾ ഏതൊക്കെയാ? അൻ നിഫാഖി, നിഫാഖ് നമുക്കറിയാം, റിയാഇ, തഖ്ലീത്തി, തഖ്ലീത്ത്, നിഫാഖ്, റിയാ, തഖ്ലീത്ത്. തഖ്ലീത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ കൂട്ടിക്കലർത്തൽ. വൽ മന്നി, ചെയ്ത സദക്കയെ എടുത്തു പറയൽ. വൽ അതാ, എടുത്തു പറഞ്ഞ് അയാളെ, ആ വാങ്ങിയ ആളെ ഉപദ്രവിക്കൽ. വൻ നദാമത്തി, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ. നദാമത്ത് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുന്നതിലുള്ള ഖേദമല്ല, ചെയ്തു പോയ അമലിൻ്റെ പേരിൽ ദുഃഖിക്കുക. ഓ, അത് ചെയ്യണ്ടായിരുന്നു, ആ അമൽ ചെയ്യണ്ടായിരുന്നു എന്ന് ദുഃഖിക്കുക. ഉദാഹരണമാണ് സദക്ക ചെയ്തു, അത് അത്രയും കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കുക. വൽ ഉജ്ബി, ഉജ്ബ്, ഞാൻ വലിയ പുള്ളിയാണ്, ഒരുപാട് അമലൊക്കെ ഉണ്ടെന്നുള്ള ഉജ്ബ്. വൽ ഹസറത്തി, ഹസറത്ത്, ഹസറത്ത് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്തതിന് ശേഷം പിന്നീട്, ഓ, എൻ്റെ സമയം വെറുതെ പാഴായല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഖേദിച്ചുകൊണ്ടേയിരിക്കുക, അതാണ്. തഹാബുനി, അമലിനെ ചെറുതായി കാണുക. വഖൗഫി മലാമത്തിൻ നാസി, ജനങ്ങൾ കുറ്റം പറയുന്നതിനെ ഭയക്കുക. സുമ്മ, പിന്നീട്, ദക്കറ ശൈഖുനാ റഹ്മഹുല്ലാ, നമ്മുടെ ഷെയ്ഖ് അബൂബക്കർ അൽ വറാഖ്, അതിൻ്റെ പേരങ്ങനെയല്ലേ, അദ്ദേഹം പറഞ്ഞു, ലിദ്ദ കുല്ലി ഹസ്ലത്തി മിന്ന, ഇവകൾപ്പെട്ട ഓരോന്നിൻ്റെയും എതിര്, മനുഷ്യനിൽ ഉണ്ടാവേണ്ട അതിൻ്റെ എതിരിനെയും പറഞ്ഞു. വ ഇദ്റാറഹാ ബിൽ അമലി, ഇവകൾ അമലിൽ ഉണ്ടാക്കുന്ന പിന്നെ ലററുകളെ, ഉപദ്രവങ്ങളെ കുറിച്ചും പറഞ്ഞു. ഫദിദ്ദുൻ നിഫാഖ്, നിഫാഖിന്റെ എതിര് ഇഖ്ലാസുൽ അമൽ, അമലിനെ ഇഖ്ലാസിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർബത്ത് മാത്രം ഉദ്ദേശിച്ച് അമൽ ചെയ്യുക. ഫദിദ്ദുർ റിയാഇ, റിയാഇന്റെ എതിര് ഇഖ്ലാസു തലബിൽ അജ്ർ, അള്ളാഹുവിന്റെ ഖുർബും കൂലി കിട്ടണമെന്നുള്ള ആ ഇഖ്ലാസും. വദിദ്ദു തഖ്ലീത്തി, ഇങ്ങനെ കൂട്ടിക്കലർത്തി അള്ളാഹുവിൻ്റെതും വേണം ജനങ്ങളുടെയും വേണം, അതിൻ്റെ ലിദ്, അതിൻ്റെ എതിര് അത്തഫ്രീദു, അമലിനെ തനിപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം. ലിദ്ദുൽ മന്നി, മന്നിൻ്റെ ലിദ്, ജനങ്ങളെ ചെയ്ത സദക്കയെ എടുത്തു പറയുന്ന അതിൻ്റെ എതിര് തസ്ലീമുൽ അമലി ഇലല്ലാഹ്, അമലിനെ അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ചേർക്കുക, അള്ളാഹുവിലേക്ക് ചേർക്കുക, അള്ളാഹുവിലേക്ക് അമലിനെ ചേർക്കുക, പടച്ചതമ്പുരാനിലേക്ക് മാത്രമായി ചേർക്കുക. ലിദ്ദുൽ അദാ, ഉപദ്രവിക്കുന്നതിൻ്റെ ലിദ് തഹ്സീനുൽ അമൽ, അമലിനെ ശുദ്ധീകരിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. വലിദ്ദുൻ നദാമത്തി,
നേരത്തെ പറഞ്ഞ അമൽ ചെയ്തതിന്റെ നദാമത്ത് ദുഃഖം, ചെയ്ത അമലിന്റെ പേരിൽ ദുഃഖം. ആ ദുഃഖത്തിന്റെ ലിദ് തസ്ബീത്തു നഫ്സ്, നഫ്സിനെ ഉറപ്പിച്ചു നിർത്തുക, ചെയ്തതിന് കൂലി കിട്ടും, ആ വഴിക്ക് വളഞ്ഞ വഴിയിൽ ചിന്തിക്കരുത് എന്ന്. വലിദ്ദുൽ ഉജ്ബി, ഉജ്ബിന്റെ ലിദ് ദിക്റുൽ മിന്നത്തി, അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിനെ ഓർക്കുക എന്നുള്ളതാണ്. വലിദ്ദുൽ ഹസ്രത്തി, ഹസ്രത്തിന്റെ നേരത്തെ പറഞ്ഞ എന്റെ സമയം വെറുതെ പാഴായല്ലോ എന്നുള്ള ആ ദുഃഖത്തിന്റെ ലിദ് ഇഗ്തിനാമുൽ ഖൈരി, ഖൈറിനെ എല്ലാം ഗനീമത്തായി കണക്കാക്കുക എന്നുള്ളതാണ്. വലിദ്ദു തഹാവിനി, നിസാരവൽക്കരിക്കുന്നതിന്റെ ലിദ് തഅലീമു തൗഫീഖി, തൗഫീഖിന്റെ മഹത്വപ്പെടുത്തുക. തൗഫീഖ് എനിക്ക് കിട്ടിയ ഈ തൗഫീഖ് എത്രയോ ഉന്നതമാണ് എന്ന് മനസ്സിൽ മഹത്വപ്പെടുത്തുക. വലിദ്ദു ഖൗഫിൽ മലാമത്തി, ജനങ്ങളുടെ മലാമത്തിനെ ഭയക്കുക എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ലിദ് അൽ ഖശിയത്തു, അള്ളാഹുവിനെ പരിപൂർണമായും ഭയപ്പെടുക എന്നുള്ളതാണ്. വഅലം, നീ അറിയണം, അന്നൻ നിഫാഖ, നിശ്ചയം നിഫാഖ് യുഹ്ബിത്തുൽ അമല, അത് അമലിനെ പൊളിച്ചു കളയും. റിയാ, റിയാ യൂജിബു റദ്ദഹു, അമലിന്റെ തിരസ്കാരത്തെ നിർബന്ധമാക്കും. നിഫാഖോട് കൂടിയാണ് അമൽ ചെയ്യുന്നതെങ്കിൽ അമൽ പൂർത്തിയാകത്തില്ല, അതിനുമ്പ് പൊളിഞ്ഞു പോകും. ബാഹ്യമായി പൂർത്തിയായെങ്കിലും അമൽ പൊളിഞ്ഞു പോകും. റിയാ വരുമ്പോ അത് അമലിന്റെ തിരസ്കൃതയെ നിർബന്ധമാക്കും. അതായത് അമലിനെ തിരസ്കരിക്കപ്പെടും, തള്ളപ്പെടും, എടുത്ത് എറിയപ്പെടും. അള്ളാഹു കാക്കട്ടെ. വൽ മന്ന വൽ അതാ, മന്നും അതയും യുഹ്ബിത്താനി സദഖത്ത്, അത് രണ്ട് സദഖയുമായി ബന്ധപ്പെട്ടതാണ്. സദഖി അത് പാഴാക്കി കളയും. അസ്ലൻ, അടിസ്ഥാനപരമായി തന്നെ, ഫിൽ വഖ്തി, അപ്പൊ തന്നെ സദഖി അത് പാഴാക്കി കളയും. വഅൻദ ബഅദുൽ മശായിഖ് റഹ്മഹുല്ലാ, ചില പണ്ഡിതന്മാര് പറയുന്നത് യുബ്തിലാനി അദ്ആഫ്, അമലിന്റെ ലഅഫുകളെയാണ് പാഴാക്കുന്നത്, അസൽ അമലിനെ അല്ല, ലഅഫുകളെയാണ് മന്നും അതായും പാഴാക്കുന്നത് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞാണ് അതിന്റെ ശരി. അമ്മൻ നദാമത്തു, അമൽ ചെയ്തതിന്റെ പേരിലുള്ള നദാമത്ത്, അമൽ ചെയ്തതിന്റെ പേരിൽ നദാമത്ത്, അല്ലെങ്കിൽ നദാമത്തോട് ചെയ്യുക, അയ്യോ എന്തിനാ ചെയ്യുന്നത്, വളരെ മോശമായി പോയല്ലോ എന്ന നിലയിൽ അമൽ ചെയ്യുക, അത് ഫൈന്നഹാ തുഹ്ബിത്തുൽ അമൽ, അമലിനെ അത് ബാത്തിലാക്കി കളയും. ഫീ ഖൗലിഹിം ജമീഅ, എല്ലാ പണ്ഡിതന്മാരുടെയും കൗലനുസരിച്ച് ഒരാള് ആ ഒരു നദാമത്തോടു കൂടി അമൽ ചെയ്യുമ്പോൾ അള്ളാഹു നൽകാന്നുള്ള ഖൈറിന്റെ ആ സുറൂറോട് കൂടി ചെയ്യുന്നതിന് പകരം ഫർഹോട് കൂടി ചെയ്യുന്നതിന് പകരം നദാമത്തോടു കൂടി ചെയ്താൽ അമല് ബാത്തിലാകും. എല്ലാവരും പറയുന്നതാണ്. വൽ ഉജ്ബു യുദ്ഹിബു അദ്ആഫൽ അമൽ, അതിനൊക്കെ താഴെയാണ് ഉജ്ബ്, ഈ പറഞ്ഞ നദാമത്തിനേക്കാൾ. അത് അമലിന്റെ ലഅഫുകളെ നശിപ്പിച്ച് കളയും ഉജ്ബ്. വൽ ഹസ്റത്തു വത്തഹാബുനു വഖൗഫുൽ മലാമത്തി, ഇത് മൂന്നെണ്ണവും തുഖഫിഫുൽ അമല, അമലിന്റെ ഭാരത്തിനെ കുറയ്ക്കും. അങ്ങനെ ഫതുദ്ഹിബു റസാനതഹു, ആ അമലിന്റെ ഭംഗി അത് നീക്കിക്കളയും. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ പറയാം, ഫൽ ഖബൂലു, ഖബൂലിയത്തും വറദ്ദു റദ്ദും, സ്വീകാര്യതയും തിരസ്കൃതയും, ഇത് രണ്ടും ഉണ്ട് അഹ്ലി തഫ്സീലി, ഇൽമ് കരസ്ഥമാക്കുന്ന ആൾക്കാരുടെ അടുക്കൽ, യർജിആനി, ഇത് രണ്ടും മടങ്ങും, ഇലാ ദുറൂബിൻ മിന തഅലീമി വൽ ഇസ്തിഗ്ഫാഫ്, തഅലീമിനാലും ഇസ്തിഗ്ഫാഫിനാലുമുള്ള വിഭാഗങ്ങളിലേക്ക് മടങ്ങും. അഥവാ അമലിനോടുള്ള തഅലീം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കപ്പെടും, ഇസ്തിഗ്ഫാഫ് ലഘുവായി കാണുമ്പോൾ അതിനെ തിരസ്കരിക്കപ്പെടും. വൽ ഇഹ്ബാത്തു, ഇഹ്ബാത്ത് നേരത്തെ പറഞ്ഞല്ലോ. ഇഹ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ്ബാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്താലു മനാഫിഅ, മൻഫഅത്തുകളെ ബാത്തിലാക്കലാണ്, പ്രയോജനങ്ങളെ. തക്കൂനു ബിൽ ഫിഅലി, ഫിഅല് കൊണ്ടും ബി സബബിയ, ഫിഅലിന്റെ കാരണം കൊണ്ടും ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതിനെ ബാത്തിലാക്കുന്നതിനാണ് ഇഹ്ബാത്ത് എന്ന് പറയുന്നത്. സുമ്മ, പിന്നീട് ദിക്രിയായ സുമ്മ, താരത്തും ചിലപ്പടി ചില അവസരങ്ങളിൽ യക്കൂനു, ഈ ഇബ്താലാകും, ഈ ഇഹ്ബാത്താകും ബി ഇബ്താലി സവാബി, സവാബിനെ ബാത്തിലാക്കൽ കൊണ്ട്. ബൗഖറ, മറ്റു ചിലപ്പോൾ ബി ഇബ്താലി തദ്ഈഫ്, തദ്ഈഫിനെ ബാത്തിലാക്കൽ കൊണ്ട്. യുഹ്ബത്തുൽ അമല എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സവാബിനെ ബാത്തിലാക്കി എന്നുള്ള മാനയാണ്, വേറെ ചില സ്ഥലങ്ങളിൽ സവാബിന്റെ ഇരട്ടിയാക്കലിനെ ബാത്തിലാക്കി എന്നുള്ള മാനയാണ്. ഇനി സവാബ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ സവാബ് എന്ന് പറഞ്ഞാൽ മൻഫഅത്തിന്, അതൊരു നെഫാണ്, പ്രയോജനമാണ്. എങ്ങനത്തെ പ്രയോജനം? യഖ്തളിഹൽ അഖ്ലു, ബുദ്ധി അതിനെ തേടും. ബി ഐനിഹി, ആ ബുദ്ധി തന്നെ അതിനെ തേടും. ബി ഐനിഹി, ആ അമലിന്റെ ഐന് കൊണ്ട്, അമല് എന്ന അസൽ അമല് കൊണ്ട് ബുദ്ധി തേടുന്ന മൻഫഅത്ത്, അതിനാണ് സവാബ് എന്ന് പറയുന്നത്. അസൽ അമൽ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധി പറയും എനിക്ക് ഇന്നത് കിട്ടുമെന്ന്, അതാണ് സവാബ് എന്ന് പറയുന്നത്. വഖറാഇനിഹി വഅഹ്വാലിഹി, ആ അമലിന്റെ അടയാളങ്ങളെ കൊണ്ടും ആ അമലിന്റെ അഹ്വാൽ അവസ്ഥകളെ കൊണ്ടും
ബുദ്ധി തേടുന്ന പ്രയോജനം, ആ പ്രയോജനത്തിനാണ് സവാബ് എന്ന് പറയുന്നത്. തദ്ഈഫ് എന്ന് പറയുന്നത് സിയാദത്തുൻ അലാ ഹാദ, ഈ സവാബിനേക്കാളുള്ള വർധനവാണ് തദ്ഈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസാനത്തു ശോഭ എന്ന് പറഞ്ഞത് സിയാദത്തുൻ, അതൊരു വർധനവാണ്. തഹ്സുലു, അത് കരസ്ഥമാകും. ബി മുഖ്തലാ ഖറാഇനി അഖ്വാലിൻ ആഖറ, മറ്റു ചില അവസ്ഥകളുടെ അടയാളങ്ങളുടെ തേട്ടം കൊണ്ട്, മറ്റു ചില അവസ്ഥകൾ, ആ അവസ്ഥകളിലൂടെ ഉണ്ടാകുന്ന അടയാളങ്ങൾ, അതിന്റെ തേട്ടം കൊണ്ട് ഉണ്ടാകുന്നതാണ് സിയാദത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം, കൽ ഇഹ്സാനി ഇലാ അഹദിൻ, ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ, ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുക, അത് വേറൊരാൾക്ക് ചെയ്യുന്നതാണ്, അള്ളാഹുവിന് ചെയ്യുന്നതല്ല. പക്ഷെ ആ ഉപകാരം ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയൊക്കെ ചിന്തിക്കുമ്പോൾ, ഉപകാരം ചെയ്യുമ്പോൾ അത് ഉപകാരം ചെയ്തതിന്റെ കൂലിയും, ആ തൃപ്തിയൊക്കെ ചിന്തിക്കുമ്പോൾ അതിന്റെ വർധനവും കിട്ടും. മിൻ അഹ്ലിൽ ഖൈർ, ഖൈറിന്റെ ആൾക്കാരിൽപ്പെട്ട ആർക്കെങ്കിലും ഉപകാരം ചെയ്യുക. സുമ്മയിലൽ വാലിദൈനി, പിന്നെ മാതാപിതാക്കൾക്ക് ചെയ്യുക. സുമ്മയില നബിയും മിനൽ അംബിയ, നബിമാരിൽപ്പെട്ട ഒരു നബിക്ക് ഉപകാരം ചെയ്യുക. അതിലൂടെ അമലിന്റെ തദ്ഈഫ് ഉണ്ടാവുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു കാര്യത്തിൽ യക്കൂനു റസാനത്ത് ഉണ്ടാവും. ഒരു കാര്യത്തിൽ റസാനത്ത്, അമലിന്റെ റസാനത്ത്, ശോഭയുണ്ടാവും. വലാ യക്കൂനു തദ്ഈഫ് ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവും. തദ്ഈഫില്ല, റസാനത്തുണ്ട്. റസാനത്തില്ല, തദ്ഈഫുണ്ട്. ഫഹാദായി പറഞ്ഞത് തഹ്ദീബു മാ തഹഖഖതു ഫി ഹാദിഹിൽ മആനി, ഈ മാനകളിൽ ഞാൻ ഉറപ്പിച്ച ഒന്നിന്റെ സ്ഫുടം ചെയ്ത കാര്യമാണ്. ഇതിൽ നിന്നും കിട്ടിയ നിച്ചോട്, അതിന്റെ സത്താണ് ഞാൻ ഈ പറഞ്ഞത്. ഫഅലം ദാലിക, ഇതിനെ നീ അറിയണം. വബില്ലാഹി തൗഫീഖു, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെയും ക്ലാസ് എടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിഹഖി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.